ஓம் புஹு ஓம் புவஹ ஓம் மகஹ ஓம் ஜனக ஓம் தவஹ ஓம் ஹும் சத்யம் भर्गो देवस्य धीमहि ओम बुहु ओम बुवः ओम मगः ओम जनक ओम तपः ओ हे ओम बुहु முருகா, ஆண்டவனே, கடவுளை நல்லா வேண்டிக்கூட நானும் முருகா முருகா அம்மா வைக்கணில்லே? நான் அப்புறம் சாப்பிடுறேடா. பாரி சரஸ்வதி, நீ இருக்கே? நான் சாப்பிட்டுக்கிறேன். ஏண்டா நானு இந்த இடத்துல நம்ம ஆளுங்க யாருமே இல்லையா? எனக்கு எங்க அறியாமா, நம்ம ஒண்ணுச்சல்ல இந்த இடம் வந்தது. ஆமா, இந்த அக்ரஹாரம் இருக்கிற இடத்துல உனக்கு வேலை கிடைக்காதா? അഗ്രഹാരം ഇരിക്കുന്ന ഇടത്തിലേക്ക് സ്കൂൾ കൊണ്ടുവരാൻ പറ്റുമോ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ. അവര് പറയുന്ന സ്ഥലത്തേ ജോലി ചെയ്യാൻ പറ്റൂ? எப்படி இருந்தாலும் அக்ரஹாரம் என்ன அக்ரஹாரம் தான். நானும் நீ ஸ்கூலுக்கு போகும்போது அங்க நம்ம ஆளுங்க யாராவது இருக்கான்னு கொஞ்சம் பாரு.
സ്കൂള് തന്നെ എങ്ങനെ ഇരിക്കുന്ന അറിഞ്ഞില്ല. പിന്നെ നമ്മുടെ ആളുകളുടെ കാര്യം. അമ്മ നീ കവലപ്പഴ വേണ്ട. ഉനക്കാവ് ഒരു അഗ്രഹാരത്തെ ഞാൻ ഇங்கே കെട്ടി കൊടുക്കറേ. ஆமா நீ தான் கெட்டி கொடுக்க போற. முதல்ல உன் தங்கச்சியை கெட்டி கொடுறா. நானும் புது ஊரு புது ஆளுங்க கடவுளை நினைச்சு நல்லா பார்த்து போப்பா. சரி அம்மா. அண்ணா இந்த அண்ணா அப்புறம் சாயந்தரம் வரும்போது கொஞ்சம் காய்கறி எல்லாம் வாங்கிட்டு வந்துடு. കാഞ്ഞു പോലെ കത്രിക എല്ലാം വാങ്ങിട്ട് വരാതെന്നാ. ശരി, നല്ല വാടിയത് കിട്ടുമോ നോക്കാം. ഞാനാണ് ഒരു വർഷല്ലേ? നമസ്കാരം. എപ്പോ എത്തിയാണാവോ? ഇന്നലെ. ഞാൻ പരമേശ്വരൻ മാഷ്, ഇവിടുത്തെ സ്റ്റാഫാണ്. അതാ സ്റ്റാഫ് റൂം. മാഷ് വരും. ബസ് കിട്ടിയില്ല, അവസാനം ഓട്ടോനാ പോന്നെ. അപ്പൊ തുടങ്ങിയതാ തലവേദന. ഇതാണ് നമ്മുടെ ഹെഡ് മാഷ്. ഇന്നലെ എത്തിരിക്കുന്നു. ദേവമാഷ്. ഇതാണ് വാരിസ ടീച്ചർ. മാഷ് വരുന്ന വരയ്ക്കും ടീച്ചറായിരുന്നു ഇൻചാർജ്. ഇത് ലില്ലി ടീച്ചർ, ഇത് ദേവകി ടീച്ചർ, പിന്നെ ഒരാളൂടെ ഉണ്ട്, നിർമ്മല ടീച്ചർ. ഇതുവരെയും കണ്ടില്ല, ലീവാണെന്ന് തോന്നണേ. ആസ് യു നോ, എന്റെ പേര് നാരായണയ്യർ, ജി നാരായണയ്യർ, BA B.Ed ടു ബി എക്സാക്ട്. എല്ലാവരും നാണുമാഷ് എന്നാണ് വിളിച്ചിരുന്നത്. ഇഫ് യു ഫീൽ സോ, നിങ്ങൾക്കും അങ്ങനെ വിളിക്കാം. ഹലോ. വെൽ, ഹലോ, ഐ എം ദേവൻ. ഇവിടെ എത്ര മണിക്കാ ഫസ്റ്റ് ബെൽ അടിക്കുക? ഈ രാമനായര്, രാമനായരേ, ഇവിടെ രാമനായരെ. ഇത് രാമനായര്, ഇവിടുത്തെ പ്യൂണാ. ഇവിടെ പ്യൂണായിട്ടും വെപ്പുകാരനായിട്ടും ഒരു രാമനായരേ ഉള്ളൂ. അപ്പൊ തുറക്കുന്നതും അടയ്ക്കുന്നതും അയാളുടെ ഇഷ്ടത്തിനായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. റൂമുകളുടെയൊക്കെ താക്കോൽ രാമനായരുടെ കയ്യിലാ.
എന്താ ടീച്ചർ സബ്ജക്ട്? മലയാളം. എങ്കിൽ ആ ബോർഡൊന്ന് വൃത്തിയായി തുടച്ച് നടുവിലൊന്ന് എഴുതി വെച്ചൂടെ? ഡേറ്റ്, ടോട്ടൽ സ്ട്രെങ്ത് അതും ബോർഡിൽ എഴുതി വെക്കുക. ശരി. ഇതൊക്കെ കൂടി ഉദ്ദേശിച്ചുള്ളതാണ് ഈ ബോർഡ്. ആ ശബ്ദം കുറച്ച് കുറച്ചാലും തിരക്കേണ്ടില്ല, അപ്പുറത്ത് ക്ലാസ് ഉണ്ട്. ഇങ്ങോട്ട്. ഇവിടുത്തെ ഈ ഫണ്ട്സിന്റെ പൊസിഷൻ എങ്ങനെയാ? ഫണ്ട്സ് ഒക്കെ ഉണ്ട്. ആ ഈ ഫണ്ട്സ് ചെലവാക്കാനുള്ളതാ, മനസ്സിലായില്ലേ? നാളെ മുതൽ 2 പണിക്കാരെ നിർത്തി ഈ കോമ്പൗണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. ശരി. കുറച്ച് ഫെനോയിൽ വാങ്ങിച്ച് ബാത്റൂം ക്ലീൻ ചെയ്യണം. ഇവിടെ കുറച്ച് മണ്ണൊക്കെ വിരിച്ച് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് ഏർപ്പാട് എങ്ങനെയാ? അതൊക്കെ രാമനാരെ നോക്കാറ്. എന്താടോ? സൗകര്യക്കുറവായതുകൊണ്ട് ആർക്ക്? മൊത്തത്തിൽ എല്ലാവർക്കും. അതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും വെക്കാറില്ല. പിന്നെ മാസാവസാനം ഒരു ഊഹം വെച്ച് ഹൃദയം പാൽപ്പൊടി അളന്നു കൊടുക്കും. നാളെ മുതൽ അലോട്ട് ചെയ്തിരിക്കുന്ന റവയും പാൽപ്പൊടിയും ഡെയിലി ഉപയോഗിക്കണം. ഉച്ചഭക്ഷണം കൃത്യമായി കൊടുക്കണം. അതിന് സൗകര്യം ഇല്ലാത്തവര് വീട്ടിൽ ഇരുന്നാൽ മതി, മനസ്സിലായില്ലേ? ടീച്ചറായിരിക്കും അതിന്റെ ഇൻചാർജ്. നാളെ മുതൽ കൃത്യമായി ബെല്ലടിക്കണം. ഫസ്റ്റ് ബെല്ലിന് മുമ്പ് കംപ്ലീറ്റ് സ്റ്റാഫ് സ്റ്റുഡൻസും ഇവിടെ എത്തിയിരിക്കണം. സെക്കൻഡ് ബെല്ലിന് ഫ്ലാഗ് ഹോസ്റ്റിംഗ്, ദെൻ നാഷണൽ ആന്തം, ദേശീയഗാനം. ഇതൊരു നോട്ടീസായി എല്ലാ ക്ലാസ്സും എത്തിക്കണം. ശരി മാഷേ. അയ്യോ, ഇങ്ങനെ ഒരു അലവലാതി സ്കൂള്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ല. വിധിയാക്കും അമ്മ, വിധിയാക്കും. ഞാൻ വിട പോറിയാ, വിടമാട്ടെ. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. പസങ്ങളെ നല്ല വഴിക്ക് കൊണ്ടെന്താ കടകൾ ഉനക്ക് നല്ല വഴി കാമിച്ചു കൊടുക്കുപ്പാ. അമ്മ, അമ്മക്ക് സ്ഥലമൊക്കെ പിടിച്ചോ? என்ன இந்த இடம் பிடிச்சிருக்கான்னு கேக்குறேன். ஒரே குளிரா இருக்குடா. ஏண்டி சரஸ்வதி? ஆமா, ரொம்ப குளிரு. ஹில் பிளேஸ்னா அப்படிதான் இருக்கும். ஆனா இந்த நேச்சரை பாத்தியா, என்ன அழகா இருக்கு. நீ பாத்தியாடி? பார்த்தேன். பார்த்தேன். the most ideal place for an ideal school. சும்மா இந்த நேச்சரை பார்த்து குத்தி இருந்தா போதுமே, தானே இன்ஸ்பிரேஷன் வந்துடும். அம்மா, நீ பாத்துக்கோ, இந்த ஸ்கூலை நான் எப்படி மாற்ற போறேன்னு. ஆண்டவனே, என் குழந்தையை காப்பாத்தப்பா. அம்மா, சும்மா இருடி.
കോമൺ സെൻസ് ഇല്ല നിങ്ങൾക്ക്? ടീച്ചേഴ്സ് തന്നെ കഴിഞ്ഞല്ലേ? നാഷണൽ അന്തം പാടുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയില്ലേ? ഇത്തരം ബേസിക് കാര്യങ്ങൾ പ്രിൻസിപ്പിൾ ഇല്ലാത്ത നിങ്ങളൊക്കെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? യെസ്, എന്താ നിർമ്മല ഇത്ര വൈകിയത്? എന്ത് ചെയ്യാനാ? കാലത്ത് 6 മണി മുതൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന എന്നിട്ട് മാഷ് പറഞ്ഞിട്ടില്ല. അതൊന്നും സാരില്ലെന്നേ. ഞാൻ ലീവായിരുന്നു. ലീവ് ആപ്ലിക്കേഷൻ 3 ദിവസം ആബ്സെന്റ് ആയിരുന്നിട്ട് ഇപ്പോഴാണോ ആപ്ലിക്കേഷൻ തരുന്നത്? നിങ്ങൾക്ക് റൂൾസും പ്രൊസീജിയറും അറിയില്ലേ? അതൊന്നും ഇവിടെ പറ്റില്ല. ലീവ് എടുക്കണമെങ്കിൽ തലേന്ന് ആപ്ലിക്കേഷൻ തന്ന് സാങ്ഷൻ വാങ്ങിയിരിക്കണം. മനസ്സിലായില്ലേ? അതർവൈസ് ഐ വോണ്ട് അക്സെപ്റ്റ്. സാരില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ടീച്ചറുടെ വീട് എവിടാ? മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത. ഞാൻ അതുവഴി പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും പോയി വരാൻ പറ്റില്ല അല്ലേ? ക്ലാസ് പാട്ട് ക്ലാസ് എവിടാ? അവിടെ. വട്ടത്തിൽ വട്ടാരം വഴിതീരാ മേലോരം. വട്ടത്തിൽ വട്ടാരം വഴിതീരാ മേലോരം. അപ്പൂപ്പൻ താടിക്ക് മാനത്തെ കൊട്ടാരം. അപ്പൂപ്പൻ താടിക്ക് മാനത്തെ കൊട്ടാരം. മൂപ്പർ പാർക്കും കൊട്ടാരത്തിൽ മുറിയില്ല കടകില്ല. മുറിയില്ല കടകില്ല. ചുവരില്ല തറയില്ല മാനത്തെ കൊട്ടാരം. ചുവരില്ല തറയില്ല മാനത്തെ കൊട്ടാരം. വട്ടത്തിൽ വട്ടാരം വഴിതീരാ മേലോരം. അപ്പൂപ്പൻ താടിക്ക് മാനത്തെ കൊട്ടാരം. അപ്പൂപ്പൻ താടിക്ക് മാനത്തെ കൊട്ടാരം. കണ്ടൊരുവിട്ട് കാറ്റത്ത് കൊത്തിത്തെറിച്ചു മുറ്റത്ത്. വില വന്നു പൂ വന്നു കതിർ വന്നു കായ് വന്നു. വില വന്നു പൂ വന്നു കതിർ വന്നു കാ വന്നു. കൊമ്പിന് കൊമ്പിന് കിളികളിരുന്നു കാക്കത്തി കൂവി വിളിച്ചു. അപ്പൂപ്പൻ കാശിക്കോ അമ്മമ്മയെ കാണാനോ. അപ്പൂപ്പൻ കാശിക്കോ അമ്മമ്മയെ കാണാനോ. ഇത്രത്തിൽ ഗമയന്താ ഇത്തിരി നേരമിരുന്നാട്ടെ. ഇത്രത്തിൽ ഗമയന്താ ഇത്തിരി നേരമിരുന്നാട്ടെ. പണിയുണ്ടേ പണിയുണ്ടേ തലവില പോട്ടം പിള്ളാരെ. അവിടുന്നും പൊങ്ങുന്നോ മാനത്തെ കൊട്ടാരം. കൊട്ടാരം തുള്ളുന്നു ആയുന്നു കായുന്നു ചീറുന്നു ചിതറുന്നു കോടക്കാരിടയുന്നു. അലറുന്നു പേമാരി അപ്പൂപ്പൻ കുതിരുന്നു. കുറുകുന്നു തകരുന്നു കൊഴിയുന്നു മറയുന്നു. കുറുകുന്നു തകരുന്നു കൊഴിയുന്നു മറയുന്നു. കൊമ്പിന് കൊമ്പിന് കിളികൾ
വിളിച്ചെന്ന് പറഞ്ഞു. ആ വിളിപ്പിച്ചത്. ഇരിക്കൂ. ഇത് ഞാൻ എഴുതിയ കുറെ വരികളാണ്. എന്നും ഒരേ രീതിയിലുള്ള പാട്ടുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഓം ഇരുളിൽ തുയിലുണരും മന്ത്രം, ഓം ധ്വനിയാതി ധ്വനി നിതാന്ത മന്ത്രം. അങ്ങനെ പോകും. തുടക്കം ഓം എന്നായതുകൊണ്ട് ഭൂഭാവത്തിൽ ആരംഭിക്കാം, അല്ലെങ്കിൽ ശുദ്ധ സാവേരിയിലോ കാനഡയിലോ മൊത്തത്തിലൊരു രാഗമാലയുടെ രീതിയിൽ ഇടയ്ക്ക് താളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇഷ്ടം പോലെ അസിലേക്ക്. എന്താ ട്രൈ ചെയ്തൂടെ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ആ മ്യൂസിക് അക്കാഡമിയൊക്കെ പഠിച്ച ആളല്ലേ, മിടുക്ക് പോലെ ചെയ്യ്, നോക്കട്ടെ. சரஸ்வதிக்கு வயசு எவ்வளவு ஆச்சு? 20 முடிஞ்சாச்சுல்லவா? 400 கல்யாணத்துக்கு அப்புறம் சரஸ்வதியோட கல்யாணம்னு சொன்னா அது நடக்காது. அவன் புருஷன் அல்லவா, கல்யாணம் எப்ப வேணா பண்ணலாம். ஆனா வயசுக்கு வந்த பொண்ணை ஆத்துக்குள்ள வச்சிருக்க கூடாது. என்ன மாமா? மாமா போന്നു கேரடா, நான் வந்த விஷயம் முதல்ல சொல்றேன். சேலக்கரையில இருந்து சுப்பாமணி ஒரு கத்து கொடுத்து அனுப்பினேன். நம்ம சரஸ்வதி விஷயம்தான். பையனுக்கு நெக்ஸ்ட் மந்த் லீவு கிடைக்கும். நல்லொரு நாளை பார்த்து கல்யாணத்தை முடிக்கணும், அவ்வளவுதான். ஆமாடா, உன்னோட கல்யாணத்தை முடிச்சதுக்கு அப்புறம் சரஸ்வதி கல்யாணம் முடிக்கலாம்னா நீ ஒத்துக்க மாட்டியே. உனக்கு மரியாதை இப்ப வேண்டாம்னா வேண்டாம். ஆனா சரஸ்வதி விஷயம் பார்க்கலாம் மாமா, கவனிக்கலாம். என்ன கவனிக்கலாம்? சுப்பாமணியோட தம்பி தானே பையன், நல்லா தெரிஞ்சவன், பேங்க்லாக்கும் வேலை, கிளார்க் ஆனாலும் பிகாம் பாஸ் பண்ணிருக்கு. நாளைக்கு அவன் மேனேஜர் ஆயிடும். அப்படித்தானே நம்ம ஆளுங்க எல்லாம். ஆமா ஆமா. அல்ல மாமா, சுப்பாமணி அண்ணன் கோல்டு கில்ட் ஏதாவது கேட்பாங்களா? அது அரேஞ்ச் பண்றதுக்கு கொஞ்சம் டைம் வேணுமே. அவரு கேட்கறது பொண்ணத்தான். கோல்டு இருந்தா கொடுத்துடே. ஏண்டி சுந்தரம், இந்த காலத்து இந்த மாதிரி ப்ரப்போசல் அவ்வளவு சீக்கிரம் கிடைக்காது. அது சரிதான். அப்ப இனி யோசனை வேண்டாம். நெக்ஸ்ட் மந்த் நல்லொரு நாளை பார்த்து டேட் ஃபிக்ஸ் பண்ணோம். மடத்தி வச்சு கல்யாணம், பிரமாதமான சத்யா. ஆமா, எப்படி ஆனாலும் சத்யா வேணுமே. போடா, சும்மா இருடா. ദലപുടങ്ങളിൽ മർമരമായി, മുളങ്കാടുകളിൽ ചിന്തുകള, മുളങ്കാടുകളിൽ ചിന്തുകള
നമുക്ക് കാനഡയിൽ നോക്കിയാലോ? താളമൊക്കെ മാറ്റിയിട്ട് ഇരുളിൽ തുയലുണരും മന്ത്രം ധ്വനിയാദി ധ്വനി നിതാന്തമന്ത്രം സകല സീമകൾ നിറയും പ്രതിധ്വാനം അനന്തജലനം അനാദിലയനം ഇരുളിൽ തുയലുണരും മന്ത്രം ധ്വനിയാദി ധ്വനി നിതാന്ത മന്ത്രം സകല സീമകൾ നിറയും പ്രതിധ്വാനം അനന്തജലനം അനാദിലയനം ദലപുടങ്ങളിൽ മർമരമായി മുളങ്കാടുകളിൽ ചിന്തുകളായി തിരമാലകളിൽ ആരവമായി ഓം പ്രണവഗംഭീരമന്ത്രം സനി സരി സനി സരി സനി സരി മാ രി സ സരി രി സ സരി സനി രി സ സനി സരി സനി സരി സനി സരി മാ രി സ സരി രി സ സരി സനി രി സ സനി സരി മാ രി സ നി രി സ സനി സരി മാ രി സ നി രി സ സനി സരി മാ രി സ നി രി സ സരി മാ 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 നി രി സ സരി 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 ദലപുടങ്ങളിൽ നർമ്മരമായി മുളങ്കാടുകളിൽ ചിന്തുകളായി തിരമാലകളിൽ ആരവമായി ഓം പ്രണവഗംഭീരമന്ത്രം അല്ല, തന്റെ തലയിൽ ഇത്രയും വലിയ വിദ്യ ഇരിപ്പുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയണത്. പമ്മിനടുക്കായിരുന്നിട്ട് ഇപ്പൊ ശാസ്ത്രീയ സംഗീതമൊക്കെ ആരിഷ്ടപ്പെടാനാ? പിന്നെ മാസ്റ്റർ പറഞ്ഞപ്പോ പാടിയെന്ന് മാത്രം. അതെ, നിർമ്മലയ്ക്ക് വല്ല ആകാശവാണിയിലെ സിനിമ എന്റെ മോനത്തല്ല ഏട്ടിച്ചേർക്കണ ധൈര്യം. ഒരു വണി ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല. ആരടാ മോനെ എന്നെ തല്ലിയത്? ആഹാ, എന്റെ മോനത്തല്ല മാത്രമായ തല്ലാനും ശിക്ഷിക്കാനും വേണ്ടിയല്ല ഞാൻ എന്റെ ചെറുക്കനെ പള്ളിക്കൂടത്തിലേക്ക് അയക്കുന്നത്, പഠിപ്പിക്കാൻ വേണ്ടിയാ. തല്ലാനും ശിക്ഷിക്കാനും ഞാനുണ്ട്, അവന്റെ തന്ത. മനസ്സിലായോ? എന്റെ മോനെ ഇതുവരെ ആരും തല്ലി പഠിപ്പിച്ചിട്ടില്ല. അതങ്ങ് മനസ്സിലിരുന്നാ മതി. ഞാനേ ആളൽപ്പം പിശകാണ് കേട്ടോ. നിങ്ങളാരാ? ഞാനിവിടുത്തെ ഹെഡ് മാസ്റ്റർ. എന്നാൽ നിങ്ങൾ പറയുന്ന ന്യായം. എന്റെ മോനെ തല്ലാൻ ഇവരാരാ? കുട്ടികൾ തെറ്റ് ചെയ്താൽ അധ്യാപകർ ശിക്ഷിക്കും. അത് അവർ തിരുത്തി നന്നാകാൻ വേണ്ടിയിട്ടാ, അല്ലാതെ അധ്യാപകരുടെ കയറ്റി തീർക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ മോനെ ആരും തല്ലി പഠിപ്പിക്കേണ്ടതേ. എനിക്കറിയാൻ തല്ലാൻ.
എന്നാലേ ഓഫീസിലേക്ക് പോരെ, ഇപ്പൊ തന്നെ ടി സി എഴുതി കൈ തരാം. ടി സിയോ? ആ, ഈ സ്കൂളിന്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള രക്ഷകർത്താക്കൾ മാത്രം കുട്ടികളെ കൊണ്ട് അയച്ചാൽ മതി. മനസ്സിലായില്ലേ? ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ അക്ഷരം മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല, അവരുടെ സംസ്കാരവും സ്വഭാവവും കൂടി വളർത്തുന്ന സ്ഥലമാണ്. ഇനി ടീച്ചർ തല്ലി മാഷ് തല്ലി എന്നും പറഞ്ഞ് വീട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്റെ മുട്ടയെ തല്ലി ഓടിക്കും. പോയി കാശിടാ ചെല്ല. ഇതെന്നാ വീട്? പട്ടി കടിക്കോ? എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ. നിർമ്മല ടീച്ചറ് അപ്പുറത്ത് തന്നെ, അങ്ങോട്ട് പോവാം. നമസ്കാരം. നമസ്കാരം. ഇത് എന്റെ സിസ്റ്ററാണ് സരസ്വതി. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇതെന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. നമസ്കാരം. ചേച്ചി എന്റെ ഹൗസ് ഓണറാണ്. ഓഹോ. നിങ്ങളിരിക്കേ, വരൂ, നമുക്ക് അടുത്തേക്ക് ഇരിക്കാം. ഓ. വരൂ മാഷേ. ഞങ്ങള് മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിയാ. ഇവിടത്തെപ്പോ ഒന്ന് കേട്ടിട്ട് പോകാൻ കരുതി. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ. കുടിക്കാനെന്തെങ്കിലും ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട, ബുദ്ധിമുട്ടാന്ന് വിചാരിക്കണ്ട, ഒരു നിമിഷം വേണ്ടു. വേണ്ടാഞ്ഞിട്ടാണ്, വേണമെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കൂല. ഇരിക്കും മാഷേ. സരസ്വ വരും. അണ്ണൻ അങ്ങനെ ആരെ പറ്റിയും പറയാറില്ല. അല്ല മാഷേ, ഈ അഗ്രഹാരത്തിലൊക്കെ താമസിച്ച് പഴയവർക്ക് ഇവിടെ ഒക്കെ പിടിക്കോ? എനിക്കങ്ങനൊന്നുമില്ല. അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ അറിഞ്ഞില്ല. കാപ്പി? താങ്ക്സ്. ചേച്ചിക്ക് ഞാനിപ്പൊ കഴിക്കണില്ല, നിങ്ങൾ കഴിച്ചോളൂ. ഇരിക്കും നീ. அண்ணா நிர்மலா சேச்சி வீட்டுக்கு வரேன்னு சொல்லியிருக்கா. ആൾവേസ് വെൽക്കം. ടീച്ചർക്ക് അക്കാഡമി എന്തായിരുന്നു സബ്? വീണ. ഓ, ദാറ്റ്സ് ഗുഡ്.
ഗുഡ് മോർണിംഗ്. പട്ടി ഞാൻ ദേവമാഷ അടുത്ത് വരുന്ന വഴിയാ. അവിടെ ലില്ലി ടീച്ചർ ഉണ്ടായിരുന്നു. ചെന്നപ്പോ തോന്നി അപ്പോ ചെല്ലണ്ടായിരുന്നു എന്ന്. ഏതായാലും അവർ താമസിക്കാൻ കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാം. എന്ത് ചെയ്താലും ആരും കാണൂലല്ലോ. വരും മാഷെ, അകത്തേക്ക് ഇരിക്കാം. ആ, ഞാൻ വന്നത് ഇന്ന് കാർത്തികയാ. ഓ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. വൈകിട്ട് വീട്ടിലേക്ക് വരണം. സരസ്വതി പ്രത്യേകം പറഞ്ഞു. വരില്ലേ? സ്കൂളിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. വരില്ലേ? ഞാൻ വരാം. വരട്ടെ. പോട്ടില്ല. അല്ല, ഇതാരാ നോക്കി? ഇത്രയും വൈകിയപ്പോ ഇത് വരില്ലാന്ന് കരുതി. അല്പം താമസിച്ചു. അകത്തേക്ക് വരൂ. സൂക്ഷിച്ച്, സാരി കത്തണ്ട. ആ. അമ്മ. அம்மா, இது நிர்மலா. அண்ணன் ஸ்கூல்ல மியூசிக் டீச்சரா. அகாடமியோக்க படிச்சிട്ടുണ്ട്. அப்படியா? പ്രസാദം. പ്രസാദം, ഉക്കാർ. ഇരിക്കൂ. ഇരിക്കൂ. ഉക്കാരടാ.
ഏയ്, അങ്ങനെ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടൊന്നുമില്ല. ഒരു വാസന അല്ലാണ്ടെന്താ. പിന്നെ മനസ്സിന് ഇഷ്ടമുള്ളവരാകുമ്പോ ഇതൊക്കെ അറിയാണ്ട പുറത്തേക്ക് വരണമെന്നേ ഉള്ളൂ. അവിടെ വെച്ച് പറയാൻ പറ്റില്ല. വീണ അസലായി. ആദ്യം കണ്ടപ്പോ ഒരു മോശം മാഷാണെന്ന് കരുതിയ. ഞാനോ? ഇപ്പോഴോ? അല്ല, ഓരോരുത്തർക്ക് പരിചയപ്പെടാനും മനസ്സിലാക്കാനും അടുക്കാനും ഓരോ സന്ദർഭങ്ങളുണ്ടല്ലോ. അത് വിധിയാ, ആർക്കും അത് തടയാൻ പറ്റില്ല. ഈ താളപ്പൊരുത്താണ് ഈ പ്രശ്നം. മനസ്സിന്റെ ഒരു താളപ്പൊരുത്തം അല്ലേ? ശരിയാ. മാഷേ, ആ, ഒരു കത്തുണ്ട്. തരൂ. മാഷേ, ടീച്ചർക്ക് ട്രാൻസ്ഫർ ആണ് കായംകുളത്തേക്ക്. ഇവിടുത്തെ ആരും തേഴ്സമ്മ ടീച്ചർ കായംകുളത്തുണ്ട്. അവർക്ക് ഇങ്ങോട്ടും ടീച്ചർക്ക് കായംകുളത്തേക്ക് വേണം ട്രാൻസ്ഫർ. വിഷമിക്കാനൊന്നുമില്ല. തേഴ്സമ്മ ടീച്ചർക്ക് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാമെങ്കിൽ നമുക്കിതുണ്ടായിക്കൂടാ. ഇവിടുത്തെ എയ്യോ ശേഷാദ്രി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അയാൾ എന്തായാലും കല്യാണത്തിന് വരും. അന്ന് ഇത് കലക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും ടീച്ചർ കല്യാണത്തിന് വരാതിരിക്കരുത്. என்ன சாப்பாடு கிளம்பிட்டீங்களா? வந்தா புறப்பட வேண்டியதானே. யாருமே வரல போல இருக்கு. நல்லா இருக்குல்ல? நல்லாதான் இருக்கேன். எனக்கு கலர் பிடிக்கவே இல்லடி. என்னடா ഇവിടെ ഇരിക്കാം. ஏ விமலா, அங்க பாரு. என்னடி என்னாச்சு? ஏய், படவு பூரா ஜரிக்கடி. அம்மா இங்க எரி ஜரிக்கல கண்ணு வச்சிட்டு நீ. இல்லண்டே. ஆஹா, இதுக்குதான் என்ன இங்க கூட்டிட்டு வந்தாச்சா? ஆமா, நானும் ஒரு வழியா கல்யாணம் முடிஞ்சது. நீ எப்ப எங்களுக்கு சாப்பாடு போட போற? ஆமா, நானே வரது. இப்ப இல்ல, எங்க ஆத்து பக்கத்துல காணுமே. பரவாயில்ல, நல்லா இருக்கு. പട്ടിക്കല്ല இங்க வந்து உட்கார்ந்துக்கா. இது வந்து ஏயோ மிஸ்டர் சேஷாத்ரி. നമസ്കാരം സാർ. இது மிஸ்டர் சேஷாத்ரி. நமஸ்காரம். நான் வரேன், கொஞ்சம் வேலை இருக்கு. சீக்கிரம் வந்துடுறேன். വരേണ്ടി വരാം. അണ്ണാ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ നാണു പറയേ. എന്റെ സ്കൂളിലെ ഒരു മ്യൂസിക് ടീച്ചർക്ക് ഒരു ട്രാൻസ്ഫർ വന്നിരിക്കുന്നു. അണ്ണൻ എപ്പോഴാണാലും അത് ക്യാൻസൽ പെട്ടാം. ആരാ മറ്റേ പാർട്ടി? വൺ ത്രേസ്യമ്മ ഫ്രം കായംകുളം. അത് ശരി, അവർക്ക് ഇവിടെ വരാൻ വേണ്ടി ഈ മ്യൂസിക് ടീച്ചറെ അങ്ങോട്ട് തട്ടിയേ. ആരാ ഈ മ്യൂസിക് ടീച്ചർ? വൺ നിർമ്മല. നിർമ്മല. நிர்மலாவா? டிரான்ஸ்பர் நான் ரெடி பண்ணிக்கலாம். ஆனா அந்த நிர்மலாவுக்கு உனக்கும் என்ன சம்பந்தம்? அதானே. ஆமா, நானும் நிர்மலாவா இல்ல நிர்மலா அம்மாளா? പോമ നിർമ്മല. அப்போ ரெவல்யூஷனரி மேரேஜ் ஆயிடும். ടീച്ചർ, ഞാൻ പറഞ്ഞില്ലേ ഏയ്യോ ശേഷാദ്രി. നമസ്കാരം. നിർമ്മല ടീച്ചർ. എടാ നാണു, നിന്റെ സ്കൂളിൽ വേറെ ആർക്കെങ്കിലും സ്ഥലം മാറ്റം വന്നാൽ നീ എന്നെ ഒന്ന് കാണുമോ? ஏய், இருக்கவே இருக்காது. പിന്നെ നാണുമാഷയും നിർമ്മല ടീച്ചറെയും ഈയിടെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച പാല് കുടിക്കുന്ന പോലെയാ. നല്ല പാർട്ടീസാ. പരസ്പരം കാണുമ്പം മോക്ക അങ്ങ് തുടുക്കും. ഉള്ളു പിടയ്ക്കുന്ന ശബ്ദം നമ്മുടെ സ്റ്റാഫ് റൂം ഇരുന്നാ കേൾക്കാം. ആനക്കം കേട്ടാ അപ്പ ഓടുകയും ചെയ്യും.
ഇരിക്കെ. ഇരിക്കെ. കഴിച്ചോളൂ. അല്ല, എനിക്ക് മീൻ ഇഷ്ടമല്ലാന്ന് കരുതി ടീച്ചർ കഴിക്കാതിരിക്കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. സാരില്ലേ, കഴിച്ചോളൂ. എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. വേണമെങ്കിൽ ഞാൻ തന്നെ വിളക്കത്തില്ല. വേണ്ട. രാമേരെ, അല്ല, അവിടെ വെച്ചിട്ട് പോടോ. ഇവിടെ ഊണ് കഴിക്കുക. ഞാൻ പിന്നെ വരാം. അവിടെ വെച്ചിട്ട് പോടോ. എവിടാ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ? എന്താ അങ്ങയുടെ പേര്? നാണുയരുന്നല്ലേ? എവിടാ? നാണുമാഷ ഊണ് കഴിക്കുക. ഒട്ടരുടെ ഒരു ഊണ് എവിടെ? അങ്ങ് അറ്റത്തുള്ള മുറിയിലാണ്. മാഷേ, ആരും ഇല്ലേ ഇവിടെ? ആരാ? എന്താ? വലിയ ഡിസിപ്ലിനും കൊടുക്കത്രയും ഒക്കെ ഉള്ള ആളാണെന്നാ കേൾവി. വേണ്ടപ്പെട്ടവർക്ക് ട്രാൻസ്ഫർ വരുമ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെടുക്കാൻ മാത്രം ഒരു ഡിസിപ്ലിനും ഇല്ല, പ്രിൻസിപ്പളും ഇല്ല. അതെ, നിങ്ങൾ കുറച്ച് പതുക്കെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയല്ല, എനിക്ക് പറയാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ അകത്ത് നിന്നിട്ട് കാര്യം എന്താണെന്ന് വെച്ചാ പറ. അയ്യാ, അതിന് ഈ ശ്രേഷ്ഠമ്മ ടീച്ചറെ കിട്ടത്തില്ല. അകത്ത് വന്നിരിക്കാനും വിളമ്പിത്തൊന്ന് കൂട്ടാനും കൊഞ്ചു കുഴയാനും. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ കാക്ക പിടിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. ഇഷ്ടക്കാരി ഇവിടെ തന്നെ കുറ്റിയടിക്കാൻ. നിങ്ങൾ അനാവശ്യം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ. ദണ്ണം കൊണ്ട് പറഞ്ഞു പോകുന്നത്. 4-5 കൊല്ലമായി ഓരോരുത്തന്മാരുടെ മുറ്റം ഞാൻ ഇറങ്ങുന്നു. ഒന്നിങ്ങോട്ട് മാറ്റം കിട്ട. എന്റെ 4 പിള്ളേരും അധികാരം ഇവിടെ. ആറ്റുനോറ്റ് അവസാനം ഓർഡർ കിട്ടിയപ്പോ ഓരോരുത്തന്മാരെ എഴുന്നള്ളിക്കോളും ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ. ഇഷ്ടക്കാരിയെ പിരിയാൻ അത്ര വലിയ ദണ്ണമാണെങ്കിലേ കെട്ടിക്കൊണ്ടേ വീട്ടിലിരുത്ത്, ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താതെ. നിങ്ങൾ ഈ പറയുന്നത് എന്റെ വളരെ പേഴ്സണലായ ഒരു കാര്യമാണ്. അത് ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോ, അല്ലാതെ പിന്നെ ഞാൻ വരുമോ നോക്കാൻ? അയ്യോടാ, പ്രേമിക്കാനും ശൃംഗരിക്കാനും ഈ തിരുമോന്ത കണ്ടാലും മതിയല്ലോ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. നിർമ്മലയെ സ്നേഹിക്കുന്നതും ഈ സ്കൂൾ വിട്ടുപോകാൻ സമ്മതിക്കാത്തതും എന്റെ ഇഷ്ടമാണ്. അതെനിക്ക് ആരും ഒത്താശ വേണ്ട, മനസ്സിലായില്ലേ? ശരി, നുള്ളിക്കോ. കർത്താവിന് കണ്ണുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ അനുഭവിക്കും. നിങ്ങളോട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ പറഞ്ഞത്. ഞാൻ പോയേക്കാം. ചോദിച്ചെടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയതുമില്ല, വേറൊരു ഓണം വരാൻ പോലെ കൊണ്ടിടുകയും ചെയ്തു. എന്റെ കർത്താവ്, ഇനി എത്ര ബസ് കയറി ഇറങ്ങിയാലും അവിടെ നിന്ന് എത്തിക്കിട്ട്. എല്ലാം അറിഞ്ഞിരുന്നോണ്ട് ഈ കൂത്തിന് കൂട്ടുവയ്ക്കല്ലേ. എന്റെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും, കരുതിക്കോ. കൺഗ്രാറ്റുലേഷൻസ്. കുറേയൊക്കെ ഊഹിച്ചതായിരുന്നു. മാഷിന് നാവിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷമായി. ആട്ടെ, എല്ലാം തീരുമാനിച്ചു? ഗുഡ്.
എന്താ പറഞ്ഞെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഉണ്ട്. കുറെ നേരത്തെ തന്നെ നിശ്ചയമുണ്ടായിരുന്ന കാര്യവുമാണത്. ഇത് നിർമ്മലയോട് തന്നെ ഞാൻ എന്നെ അങ്ങനെ വിളിക്കൂ. നിർമ്മലയോട് തന്നെ നേരിട്ട് പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഇന്നിങ്ങനൊരു നിമിത്തം ഉണ്ടായതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയേണ്ടി വന്നത് മാത്രം. അല്ല, എനിക്ക് പറയാനുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. നിർമ്മലയ്ക്ക് പറയാനുള്ളതും എനിക്ക് കേൾക്കണം. ഇല്ല മാഷേ. പറയാനുള്ളത് എന്ത് തന്നെ ആയാലും മാഷ എന്നുള്ള ഈ വിളി ഒഴിവാക്കിക്കൂടെ? നാണുവേട്ടാന്ന് വിളിക്കാം. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും ധൃതിയില്ല നിർമ്മലെ. പെട്ടെന്നൊരു മറുപടി പറയണമെന്നില്ല. സാവകാശം ആലോചിച്ച് എന്നിട്ട് മതി. അതുകൊണ്ടല്ല. ഇപ്പൊ ഒന്നും പറയണ്ട. വൈകിട്ട് പൊക്കോളും. പോയി സാവകാശം ആലോചിക്കാം. നാളെ ഞാനൊരു മറുപടി പ്രതീക്ഷിക്കും. പൊക്കോളും. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിച്ചോ? എന്നിട്ട് എന്തൊന്നും പറയാത്തത്? എനിക്ക് ഒറ്റ വാക്ക് കേട്ടാ മതി. സേ യെസ് ഓർ നോ. സേ ഇൻ എ വേർഡ്. നമ്മളെ നോ എന്നല്ലാതെ യേസ് എന്ന് പറയൂ. പ്ലീസ് പ്ലീസ് നിർമ്മലെ പറയൂ. യെസ് യെസ്. Yes. Yes. ഇന്നലെ ആദ്യം ഞാനത് പറഞ്ഞപ്പോ കവിളാകെ തൊടുത്തു. തൊട്ടാൽ അപ്പോ ചോറ് തെറിക്കുമെന്ന് തോന്നും. മറുപടിക്ക് തിരക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇന്ന് കണ്ടപ്പോ പറയാൻ നാണം, വല്ലാത്ത ലജ്ജ. ഞാനാ വിരലുകളിൽ തൊട്ടു. നിജമാ. ഒടുവിൽ കൈക്ക് കടന്നു പിടിച്ചു. ചോദിച്ചു. അപ്പോഴും നാണം. ഒടുവിൽ സമ്മതമാണെന്ന് പറഞ്ഞു. ஏண்டானோ உனக்கு தூக்கம் வரலையா? ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് 2 ദിവസമായി.
എനിക്കുറങ്ങാൻ പറ്റണില്ല. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും. എന്നെ സ്നേഹിക്കണമെന്ന് പറയാനും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാനും ഈ ജീവിതത്തിൽ ഇനി ഒരാളുണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നാണുവായിട്ടുണ്ടായല്ലോ ആ സന്തോഷം. പക്ഷേ എന്റെ സങ്കടം ഞാൻ ഓരോ തവണ പറയാൻ തുടങ്ങിയപ്പോഴും നാണുവായിട്ട് എന്നെ പറയാൻ അനുവദിച്ചില്ല. ഇനിയെങ്കിലും പറഞ്ഞില്ല എന്ന് വെച്ചാ എനിക്ക് പറയേണ്ട പറ്റില്ല. ഞാനൊരു ഭാര്യയായിരുന്നു. എന്റെ ഭർത്താവ് പ്രസ്ഥാനത്തിന് വേണ്ടി സ്വയം പൊരുതി കൊടുക്കാൻ നടക്കുന്ന തിരക്കിലായിരുന്നു. എപ്പോഴും ഒരു തലോടലിന് വേണ്ടി, എന്നതേത് മാത്രമായി ഒരു നിമിഷത്തിന് വേണ്ടി ദാഹിച്ചു നിന്ന് എന്റെ മനസ്സ് ഗോപിയേട്ടൻ കണ്ടേയില്ല. അതോ സ്നേഹത്തിന് വേണ്ടിയുള്ള എന്റെ സ്വാർത്ഥതയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഞാൻ കാണാതെ പോയോ? തെറ്റാരുടെ ആയാലും ഒരിക്കലും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയേയില്ല. പിരിഞ്ഞിട്ടിപ്പോൾ 4 വർഷമായി. ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല. രാഷ്ട്രീയത്തിൽ ഗോപിയേട്ടൻ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോഴേ പോലീസ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരുന്നു. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഇരുമ്പഴികൾക്ക് പിന്നിൽ എവിടെയെങ്കിലും മരണത്തിന്റെ നിമിഷങ്ങൾ എന്നെ കഴിയുന്നുണ്ടാവും. സാരമില്ല നിർമ്മലേ, ഹാപ്പൻസ് ഹാപ്പൻഡ്. അതൊക്കെ മറക്കാൻ ശ്രമിക്കുക. കരയോ നിർമ്മലേ, നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു തീർന്നോട്ടലാണ് കേട്ടോ. 1.5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അതിന്റെ ഓർമ്മയായി എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ മോൻ. വല്ലപ്പോഴും ഒരിക്കൽ പാടത്തിന്റെ വരമ്പിലൂടെ നടന്നു വരുന്ന അമ്മയെയും കാത്ത് വീട്ടിൽ എന്റെ അച്ഛന്റെ കൂടെ എന്റെ മോൻ വളരുന്നു. അവനെ കാണാൻ പോയി തിരിച്ചു വരുന്ന ദിവസങ്ങളിലാണ് സ്കൂളിൽ ഞാൻ വൈകി എത്താറ്. നാണുവേട്ടൻ എന്നോട് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തരുത്. സാവകാശം ആലോചിച്ച് എന്നിട്ട് മാത്രം. ഞാനൊരു ഭാര്യയായിരുന്നു. എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ മോൻ.
എനിക്കെന്തോ ആകെ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നു. അത് ആവശ്യത്തിൽ കൂടുതൽ സ്വന്തം മനസ്സിനെ പരീക്ഷിക്കുന്നുണ്ട്. ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, നിർമ്മലയുടെ ചിത്രം മനസ്സിൽ നിന്ന് വായിച്ചു കളയാൻ മാഷ്ക്ക് പറ്റും. പറ്റുമെന്നുണ്ടെങ്കിൽ forget it, ഇല്ലെങ്കിൽ ബി എ മാൻ. പക്ഷേ ഇത്തരം ട്രാജഡികൾ ആരുടെ ജീവിതത്തിലും എപ്പോ വേണമെങ്കിലും വരാം. മാഷിന്റെ പാസ്റ്റ് എന്താണെന്ന് ആ കുട്ടി അന്വേഷിച്ചു? ഇല്ലല്ലോ. ബന്ധങ്ങൾ തുടങ്ങേണ്ടത് ഇന്നലൂടെ ചാരത്തുനിന്നല്ല മാഷേ. യെസ്, ദാറ്റ്സ് റൈറ്റ്. ലെറ്റ്സ് മേക്ക് എ മൂവ്. മാഷ് സ്വയം തീരുമാനിക്കൂ, അതാണ് എന്റെ ശരി. എന്നാണോ എഴുന്നേടാ, പാടാ ഉള്ളേ.
വിരൽ തൊടും പോലെ വെണ്ണില കുഞ്ഞലകൾ ഏതോ മറന്ന തന്തിയിൽ നീട്ടും കോമളരാഗം ഏതോ മറന്ന തന്തിയിൽ നീട്ടും കോമളരാഗം മിഴിയും മനവും ചുറ്റും നിറയും മധുരിമ പുൽകി രമിക്കുമ്പോ അൻപിന്നലമാമുള്ളിൽ കുളിരിൻ കൊടിയേറ്റ കാലം ഇത് ചന്ദ്രോത്സവ കാലം അംഗം പ്രതിയനങ്കൻ വന്നമ്പുകൾ കൊണ്ടു പൊതിയുമ്പോൾ എന്നോ നോട്ട തിരുവാതിരകൻ പരമരുളും സൗഭാഗ്യം നിർമ്മലേ, നിർമ്മലയ്ക്ക് ഒരു ടെലഗ്രാം ഉണ്ട്. വിശേഷിക്കൊന്നുമില്ല, കുട്ടിക്കൊരു ചെറിയ പനിയോ മറ്റോ. എന്റെ മോനോ? എവിടെ ടെലഗ്രാം? അയ്യോ, അവ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പൊ ചെറിയ പനി ആയിരിക്കില്ല. നാനോട്ടാ, എന്റെ മോൻ. പേടിക്കാനൊന്നുമില്ല. പനി കൂടിയപ്പോ ആസ്പത്രിയിലാക്കുന്ന നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ല, അവന് വളരെ കൂടുതലായിട്ടുണ്ടാവും. അല്ല എങ്കിൽ ടെലഗ്രാമിൽ കാണൂലേ? ഫീവർ എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. നമ്മൾ വിഷമിക്കാതെ സ്കൂൾ കഴിഞ്ഞ് അവിടെ വരുന്ന് പോവാം. വൈകിട്ടോ? അത് പറ്റില്ല, ഇപ്പൊ പോണം. ഇപ്പോഴും നിർമ്മല എന്തായി പറയണേ? എക്സാമിനേഷൻ അടുത്ത് വരികയല്ലേ, ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട്? ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നാളോട്ടൊന്ന് വരുമോ? കരയാതെ, ഇവിടുത്തെ കാര്യങ്ങള്. പരമേശ്വരൻ മാഷേ, കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇരിക്കണമെന്നില്ലെന്നും ഡോക്ടർ പറഞ്ഞു.
നമുക്കങ്ങ് പുറപ്പെട്ടാലോ? ഞാനോ? ഈ കിടപ്പ് കണ്ടിട്ട് ഞാൻ എങ്ങനെ പുറപ്പെടുക? വന്നാൽ തന്നെ ഞാൻ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. ഞാനിവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക, നിർമ്മലയില്ലാണ്ടേ? ഇപ്പോ ഞാൻ അങ്ങോട്ട് കരുതുന്ന പോലെ നിർമ്മല ഇങ്ങോട്ട് കരുതിക്കൊള്ളണമെന്നില്ലല്ലോ, അല്ലേ? നിർമ്മല ടീച്ചർ വന്നില്ലല്ലോ മാഷേ. കുട്ടിക്ക് എങ്ങനെയുണ്ട്? പിറ്റേന്ന് തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ടാ അവിടെ നിർത്തിയിട്ട് പോകുന്നത്. ഇപ്പൊ ദിവസം 2 കഴിഞ്ഞു, ഇനി എത്തിയിട്ടില്ല. കുട്ടിക്ക് ഭേദാകാഞ്ഞിട്ടോ? അത്ര സീരിയസ് ഒന്നുമല്ലെന്ന് ഡോക്ടർ പറഞ്ഞതാ. എന്നാലും കൊച്ചുകുട്ടിയല്ലേ മാഷേ. ഇന്ന് പറഞ്ഞ അവിടെ തന്നെ കൂടിയാ ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുക? മോനെ ഒന്ന് നോക്കിക്കൊള്ളണേ. എന്താ നിർമ്മലേ? മോനെ ഇന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തുള്ളൂ. അതാ ഞാൻ ഇത്രയും വൈകിയത്. മോനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നാളെ രാവിലത്തെ ബസ് ഞാൻ വന്നോളാം. നാനോട്ടോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ തുടങ്ങി ഞാൻ ആകെ കഴിയും. എത്ര പേരോടാ എന്തൊക്കെ സമാധാനം പറയേണ്ടത്? ഒരു ദിവസം കൂടി അല്ലേ ഉള്ളൂ നാണോട്ടാ. ഒരു ദിവസം പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നാളെ പറയാൻ തുടങ്ങിയോ? ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ വൈകിയത് എന്റെ കുറ്റം കൊണ്ടാണ്. എന്നെ നിർമ്മല ഞാൻ ഹോസ്പിറ്റലിൽ അയ്യോ എന്താ മോനെ ഇത്? അമ്മ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സുഖമില്ലാത്ത കുട്ടിയല്ലേ, അടങ്ങിയിരിക്കാൻ പറഞ്ഞല്ലേ നിന്റെ അടുത്ത്? യാരുണ്ട് കുഴന്തേ? இந்த குழந்தை யாருதுன்னு? നിർമ്മലയുടെ കുട്ടി. ഞാൻ പോട്ടെ. ഇത്രത്തോളമായ സ്ഥിതിക്ക് നീ പോണ്ട. പോണ്ടെന്ന് அம்மா அம்மா நான் இங்க இருந்தா என்னால தாங்க முடியாது. ஏதாவது சொன்னா உனக்கும் നിർമ്മലാവുക്കും എനക്കും സങ്കടத்துக்கு കാരണമാക്കും. വേണ്ടടാ കണ്ണ, ഞാൻ പോറേ.
அம்மா நீ போக கூடாது அம்மா நான் சொல்றது கொஞ்சம் கேளு அம்மா அம்மா നിർമ്മലേ എഴുന്നേക്ക് കുട്ടിയെടുക്ക് കടത്തിക്കോളൂ നേരത്തെ എന്നോടെല്ലാം പറഞ്ഞിരുന്നെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഞാനൊന്ന് പതറിപ്പോയി. സത്യത്തോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വന്നത് മാത്രം. ഹലോ നാണ് മാഷു മാഷ് എപ്പോ ഓ ഹൗ നൈസ് ഓഫ് യു ഇന്ന് ലില്ലിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എന്ന് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇന്നേക്ക് 2 വർഷം തികയാണ്. കം ഓൺ ലെറ്റ്സ് സെലിബ്രേറ്റ് ഇറ്റ് കം. മാഷേ എന്തു പറ്റി? യു ലുക്ക് സോ സാഡ്. ഒന്നുമില്ല. പിന്നെ അമ്മ അമ്മ പോയി. എങ്ങോട്ട്? സരസ്വതിയുടെ അടുത്തേക്കാ. എന്തേ പെട്ടെന്ന്? അല്ല നിർമ്മല കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് വന്നേ. അപ്പൊ അമ്മ പിണങ്ങിപ്പോയതല്ലേ? ആട്ടെ നിർമ്മല വീട്ടിലുണ്ടോ മാഷേ? വീട്ടിലുണ്ട്. ആ പിന്നെന്താ, അതുമല്ല. അതല്ല, ഞാനും അമ്മയും ഇതുവരെ തിരിഞ്ഞിരുന്നിട്ടില്ലേ? അതിനെന്താ മാഷേ, അമ്മയല്ലേ 2 ദിവസം കഴിയുമ്പോ ഇങ്ങ് തിരിച്ചു വരും. മോളെ നീ പോയ ഡ്രിങ്ക്സ് എടുത്തിട്ട് വേണം. കമോൺ ഡോണ്ട് ബി സിലി, കമോൺ ഹറി അപ്പ്. മാഷേ നമുക്ക് ഇങ്ങോട്ടിരിക്കാം. മാഷേ മാഷിന് മ്യൂസിക് ഇഷ്ടമാണ്. Oh, that's nice of you. Lily, pour some water. That's good. Come on. Have some drinks. Go ahead, let's have some fun. കഴിക്കു മാഷേ. Cheers. കഴിക്കു മാഷേ.
സോറി. ആരാ? മനസ്സിലായില്ല. അച്ഛനാ. അകത്തേക്ക് വരൂ. അകത്തേക്ക് വന്നിരിക്കാം.
നന്ദുട്ടാ, നന്ദുട്ടാ. കഴിക്കാൻ എന്താ ഉള്ളേ? പുള്ളിക്കാരനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പുള്ളിയെ വിളിച്ച് ആഹാരം കൊടുക്കും. ചെല്ല്. 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 പാലമ്മ അവിടെ വെച്ചേക്കൂ. എന്തേ? കിടന്നോ? ഇല്ല, അപ്പുറത്തുണ്ട്. അങ്ങോട്ട് ചെല്ലുന്നില്ലേ? അങ്ങേർക്കൊല്ലം പറയാനുണ്ടാവും. എനിക്കൊന്നും കേൾക്കാനില്ല. കിടക്കാൻ വല്ലതും കൊടുത്തോ? ഇല്ല. പുറത്ത് നല്ല തണുപ്പുണ്ട്. ദാ. പുറപ്പെട്ടാലോ എന്ന് ആലോചിക്കുക. പുലർച്ചയ്ക്ക് മുമ്പ് അടുത്ത താവളത്തിലെത്തണം. ജയിലിൽ നിന്ന് ചാടിയപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതി. പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിയപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതി. പക്ഷേ രക്ഷപ്പെടലില്ലെന്ന്
ഇപ്പൊ മനസ്സിലായി. പേടിയാ, പേടിയാ. എപ്പോഴാ വെടികൊണ്ട് വരുന്നെന്ന് പറയാനാവില്ല. പോണം. ഓർമ്മയ്ക്കായി ഈ രുദ്രാക്ഷം മോന്റെ കഴുത്തി കിട്ടുമോ? മാഷേ, എരിഞ്ഞു തീരുന്നതിന് മുമ്പ് കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് തോന്നി. കാണുന്നവരെ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു. പക്ഷേ സന്തോഷമായി. അവരുടെ മുളങ്കാടുകളിൽ ചിന്തുകളായി തിരമാ